ഫുട്ബോളിന്റെ സീസൺ അല്ല സമയമായതുകൊണ്ട് തന്നെ എന്താണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് ദിലീപ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഡിഫൻഡേഴ്സ് പലപ്പോഴും നമ്മൾ സംസാരിക്കാൻ പറഞ്ഞിട്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോ ഇംഗ്ലീഷ് ഫുട്ബോളിലൊക്കെ ഒരു ഡിഫൻഡറുടെ അടുത്ത് ബോൾ കിട്ടിയാൽ അത് സ്റ്റാൻഡിലെത്തും, അല്ലെങ്കിൽ മറ്റേ ഗോളിന്റെ അടുത്തെത്തും. അത്ര അവര് ബോളായിട്ട് അവര് കളിക്കരുത്. ഇത് മറ്റേത് ഈ ഡച്ച് ടീമിലെ എല്ലാ കളിക്കാർക്കും എല്ലാം ചെയ്യാം. അവര് ഡിഫൻഡേഴ്സിന് പാസ് ചെയ്യാൻ പറ്റും, ഫോർവേഡ്സ് ഡീപ്പായിട്ട് വരും, മിഡ്ഫീൽഡേഴ്സ് ഗോൾ അടിക്കാൻ വേണ്ടി മുന്നേറും. അപ്പൊ പല ഫ്ലെക്സിബിൾ പൊസിഷൻസ് ആയിട്ട് ഇപ്പൊ നമ്മൾ പല ടീമുകളെ പറ്റി, ഇപ്പൊ ഗ്വാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂളിന്റെ ക്ലോപ്പിന്റെ ഏറ്റവും മികച്ച ടീമില് ഫെർമിനിയോ ഒരു ടോട്ടൽ ഫുട്ബോളറെ പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. നോഷണൽ ആയിട്ട് ഒരു നമ്പർ 9 ആണെങ്കിലും പലപ്പോഴും വളരെ ഡീപ്പായിട്ട് വന്ന് ബോൾ എടുത്തിട്ട് മുമ്പിലുള്ള കളിക്കാർക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പൊ അതാണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ഫുൾ ബാക്സ് ആയാലും സെന്റർ ബാക്ക് എല്ലാവർക്കും ബോൾ പാസ് ചെയ്യാൻ പറ്റും. അവര് ഒരു കളിക്കാരൻ പൊസിഷനിലേക്ക് പോകുമ്പോൾ മറ്റാള് കവർ ചെയ്യും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ശരിക്കും. ഒരു ഫുട്ബോൾ ആകെപ്പാട് മാറ്റിമറിച്ചൊരിത്. എന്താ വെച്ചാൽ ബാക്കിന്ന് നമുക്കൊരു മൂവ് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ ലോങ് ആയിട്ട് മാത്രം പോകണം എന്നുള്ള ആ ഒരു മാറ്റിയൊരു ടീം ശരിക്കും. ഇതുപോലെ ഈ ക്രോഫിനെ പോലെ പിന്നീട് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടുവന്നിട്ടുള്ള വേറെ ഏതെങ്കിലും കളികൾ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും 88 ഇതേ റൈനസ് മിക്കിൾസ് കോച്ചായിരുന്നപ്പോ അവര് യൂറോ ജയിച്ചു. അതില് ഈ റൂഡ് ഹുള്ളിറ്റ് ശരിക്കും അൾട്ടിമേറ്റ് ടോട്ടൽ ഫുട്ബോളർ ആയിരുന്നു. സെൻട്രൽ ഡിഫൻസിൽ കളിക്കാൻ പറ്റും, മിഡ്ഫീൽഡർ ആയിരുന്നു, മുന്നേറി ഗോൾ അടിക്കാൻ പറ്റും, ഹെഡ് ചെയ്യാൻ ഭയങ്കര പവർഫുൾ ഹെഡർ ആയിരുന്നു. ഇപ്പൊ ശരിക്കും ഒരു കംപ്ലീറ്റ് ഫുട്ബോളർ ആയിരുന്നു, വളരെ നല്ല അത്ലീറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് R9 പറ്റി പറയാം, എല്ലാ ബോക്സും ടിക്ക് ചെയ്തിരുന്ന സ്ട്രൈക്കർ ആയിരുന്നു. അതുപോലെ എല്ലാ ബോക്സും ടിക്ക് ചെയ്തിരുന്ന ഒരു കംപ്ലീറ്റ് ഫുട്ബോളർ ആയിരുന്നു റൂഡ് ഹുള്ളിറ്റ്.